നിങ്ങൾ എത്ര വലിയ പാപിയാണോ, എത്ര കൊടും ക്രിമിനലാണോ, ഇന്ന് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ സകല പാപങ്ങളും അവൻ കഴുകി നമ്മളെ നിർമ്മലീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലെത്തും. നിങ്ങൾക്കറിയാമോ, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹിതനെ പരിചയപ്പെടുന്ന ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ചന്ദ്രൻ എന്നാണ്. അദ്ദേഹം എന്താണ്, ഒരു ക്രിമിനലായിരുന്നു. 168 ക്രിമിനൽ കേസുകൾ തന്റെ പേരിലുണ്ടായിരുന്നു. ഏത് ഭവനത്തിലും സ്വർണം മോഷ്ടിക്കുകയായിരുന്നു പുള്ളിയുടെ പരിപാടി. അത് SI ആയാലും ശരി, CA ആയാലും ശരി, DYSP ആയാലും ശരി, അവിടെ 50 പവനോ 30 പവനോ ഒരു വലിയ ഹ്യൂജ് ആയിട്ടിരിക്കുന്ന സ്വർണം ഉണ്ടെങ്കിൽ ആ വീട് കണ്ടെത്തി ടാർഗറ്റ് ചെയ്തിട്ട് അവൻ ആ സ്വർണം മോഷ്ടിച്ചിരിക്കും. അങ്ങനെ 168 കേസുകളിൽ ക്രിമിനലായിരിക്കുന്ന ഇവനെ അവനെന്താണ് ജയിലിൽ അടയ്ക്കുവാനിടയായി. ആ ജയിൽ വെച്ച് ഞങ്ങളെ പോലുള്ള സുവിശേഷകന്മാർ പോയി മാനസാന്തരം പ്രസംഗിച്ചു. അവൻ ആ മാനസാന്തര പ്രസംഗം കേട്ടവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. അവൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടി നല്ലവനായിട്ട് ജീവിപ്പാൻ ആശിച്ചു. കള്ളനിധി കക്കാതെ മുട്ടുള്ളവന് താൻ അധ്വാനിച്ച് അവൻ പണം കൊടുക്കട്ടെ എന്നുള്ള വചനത്തിലൊത്തവണ്ണം അവൻ എന്താണ് ജീവിതത്തിൽ രൂപാന്തരം ചെയ്യപ്പെട്ടു. അവന്റെ 168 ക്രിമിനൽ കേസുകൾ അവന്റെ നല്ല നടപ്പ് കണ്ട് ആ ഗവൺമെന്റ് എന്താണ് അത് മായ്ച്ചു കളഞ്ഞത്. എന്താണ് അവനെ സ്വതന്ത്രനാക്കി. അവൻ സ്വതന്ത്രനായിട്ട് ലോകത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ മോഷണത്തിന് പോയിട്ടില്ല. അവൻ ഓരോ ജയിലറകളിലും പോയി ഓരോ ക്രിമിനലുകളുടെ അടുക്കൽ പോയിട്ട് യേശു ക്രിസ്തു ഏകരക്ഷകനാണ്, അവൻ നമ്മുടെ പാപം ക്ഷമിച്ചു തരുമെന്ന് അവരോട് പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ നോക്കുവിന് അവൻ ഇത്രമാത്രം പാപിയായിട്ടും അവന്റെ സന്തോഷം എന്താണ്, അവന്റെ സകല പാപങ്ങളും യേശു ക്രിസ്തു രക്തത്താൽ കഴുകപ്പെട്ടെന്നുള്ള പൂർണ്ണ നിശ്ചയം കിട്ടിയത് വഴി മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും പൂർണ്ണമായിട്ടും എന്താണ് മനസാക്ഷി നല്ലവനായിട്ട് തീർന്നു. ഒരിക്കലും ഒരു ജയിലിൽ സുവിശേഷം അറിയിക്കാൻ അദ്ദേഹം കടന്നു പോകുമ്പോഴും അവിടുത്തെ സൂപ്രണ്ട് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ചന്ദ്ര, ഇനി നീ പഴയ പരിപാടിയിലേക്ക് പോകല്ലേ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഏതൊരു പാപിയെയും രക്ഷിക്കുന്നവനാണ്.